70-80 വർഷം മാത്രം ഉള്ള ഈ ഭൂമിയിലെ വാസം സമാധാനപരമായൊരു ജീവിതം നയിക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയാണ്. ഇന്ന് വചനം കേൾക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ സമാധാനം ഉള്ളവരാണോ, സമാധാനം ഇല്ലാത്തവർ ആണോ? ചിലർക്ക് നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല. ചിലർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷെ അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല. ചിലർക്ക് എണ്ണി പറയാൻ പലതുമുണ്ട്, പക്ഷേ അവർക്ക് സമാധാനമില്ല. എങ്ങനെയാണ് നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നൊരു തിരുവെഴുത്ത് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 165 വാക്യം. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഉണ്ട്. ബൈബിളിൽ സമാധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, വലിയ സമാധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, മഹാസമാധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഇവിടെ ഒരു മനുഷ്യൻ ദൈവവചനത്തോടെ ഇഷ്ടപ്പെടുമ്പോൾ, പ്രിയപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിൽ മഹാസമാധാനം ഉണ്ടാവും. ചിലര് ജീവിക്കുന്നത് ദൈവവചനത്തോടുള്ള ഇഷ്ടം കൂടുമ്പോൾ. നിങ്ങൾ ശത്രുവിനെ പേടിച്ച് ബൈബിൾ വായിക്കുന്നവരാണോ, അതോ ബൈബിൾ വായിക്കണമെന്ന നിയമം ഉള്ളതുകൊണ്ട് വായിക്കുന്നയാളാണോ, അതോ അത് വളരെ ഇഷ്ടത്തോടെ വായിക്കുന്ന ആളാണോ? ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ച് കഴിക്കുന്നവരുണ്ട്, എന്നാൽ അത് വളരെ ആസ്വദിച്ച് കഴിക്കുന്നവരുണ്ട്. ജീവിക്കണമെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുണ്ട്, അത് വളരെ ആസ്വദിച്ച് ജീവിക്കുന്നവരുണ്ട്. നിങ്ങളിതിൽ ഏത് കൂട്ടത്തിലാണ്? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹാസമാധാനത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തോട്, ദൈവവചനത്തോടും ഉള്ള ബന്ധം, സ്നേഹം, ആർത്തി എന്നിവ വർദ്ധിക്കുന്നു. വർദ്ധിച്ചാൽ നിങ്ങളുടെ ഈ കൊച്ചു ലൈഫ് മഹാസമാധാനം കൊണ്ട്, സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ഈ ദിവസങ്ങളിൽ നിറയും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, സമാധാനം തരാത്ത ലോകത്തിൽ നിന്റെ വചനത്തോട് പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനമുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ഉള്ളിൽ ഒരു മഹാസമാധാനം വരട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ ആ മഹാസമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു.